മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു അഭീതാകാംക്ഷയുടെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ അഭീതാകാംക്ഷയായ ശ്രീ പ്രകാശ് എന്ന പ്രവാസിയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ വിയറ്റ്നാം സൂപ്പർ ലെർലി എന്ന ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവിന് വർഷകാല സുഖചികിത്സ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇവിടെ എത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ചാനലിൽ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ ചാനലുകളും കാണുന്ന ഒരാളാണ്. അങ്ങനെ വിയറ്റ്നാം സൂപ്പർ ലെർലി പ്ലാവിന് അത് ഒരു 4 വർഷം ആയ പ്ലാവാണ്. അപ്പോൾ ഈ പ്ലാവിന് കായ്ഫലമില്ലായിരുന്നു. 1 വർഷം കായ്ച്ചു, അതിന് കായ്ഫലമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളോട് അഭ്യർത്ഥിച്ചു, കായ്ഫലം ലഭിക്കാനുള്ള വഴികളെപ്പറ്റി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു വളം ചെയ്തപ്പോൾ തന്നെ ഇപ്പോൾ ധാരാളം ചക്കകൾ ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ധാരാളം ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് വലിയ ഉയരമുള്ള ഒരു പ്ലാവായിട്ട് മാറുകയും അങ്ങനെ ഇതിൻ്റെ ഉയരങ്ങളിൽ തന്നെ ചക്കകൾ കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയും ഉയരത്തിൽ ചക്കകൾ കായ്ക്കാതിരിക്കാനും ധാരാളം ചക്ക കിട്ടാനും വർഷത്തിൽ 2 പ്രാവശ്യം ചക്ക ഉണ്ടാവാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ശ്രീ പ്രകാശ് ഓരോന്നോരോ പ്രകാശ് നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യമായിട്ട് ഈ പ്ലാവിൻ്റെ ചുവട് ഒന്ന് വൃത്തിയാക്കണം, ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കണം. അതായത് അതിൻ്റെ ചുവട്ടിലുള്ള പോച്ചകളും ഒക്കെ ഒന്ന് നീക്കം ചെയ്യണം. പോച്ചകളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോച്ചകളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 വർഷത്തെ ഇതേ ഉള്ളൂ. പ്രവാസിയാണെങ്കിലും അദ്ദേഹത്തിന് കൃഷിയോട് എന്നും വലിയ താല്പര്യമാണ്, പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങളോട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് വെച്ച് തന്നെ അദ്ദേഹം ഇങ്ങനെ കൃഷികളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ അതിൻ്റെ ചുവട് വൃത്തിയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തൊക്കെ വളങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ള? എല്ലുപൊടിയും വാങ്ങിച്ചിട്ടുണ്ടല്ലോ. എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക്. അപ്പോൾ ആദ്യമായിട്ട് എല്ലുപൊടി എടുത്ത് അതിൻ്റെ അല്പം ദൂരെ കൂട്ടി ഒന്ന് വിതറി കൊടുക്കണം. എല്ലുപൊടി എടുത്ത് അല്പം ദൂരെ കൂട്ടി ഒന്ന് വിതറി കൊടുക്കണം. 1 കിലോ എല്ലുപൊടിയാണ് അദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത്. ആ എല്ലുപൊടി അല്പം ദൂരെ കൂട്ടി, അതായത് തടിയെ മുട്ടാത്ത രീതിയിൽ അങ്ങനെ ഓക്കെ അങ്ങനെ വിതറി കൊടുക്കണം. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പഴമുണ്ടാകുന്ന വൃക്ഷമാണ് പ്ലാവെന്ന് പറഞ്ഞാൽ. ആ പ്ലാവിന് നല്ല വളം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും അത് ഓരോ വർഷം കഴിയുന്തോറും വളത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കണം. അതുപോലെ വർഷത്തിൽ 2 പ്രാവശ്യം ഇതിന് വളം കൊടുത്തെങ്കിൽ മാത്രമേ ഇടവിട്ടുള്ള, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ചക്ക കായ്ക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ വളം വാരിയിട്ടു. അതിൻ്റെ ചുവട് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി ആദ്യത്തെ വളം വാരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പം ദൂരെ കൂട്ടിയാണ് വളമിട്ടത്. ഇനി അടുത്ത വളം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇത്രയും വളങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നതിന് ചുവട്ടിടാൻ വേണ്ടി. അപ്പോൾ അത് വാരിയിട്ടാട്ടോ, അതുകൂടെ വാങ്ങിയിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, ഇതാണ് അദ്ദേഹം ഈ പ്ലാവിന് ഇടാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അതും അതേപോലെ ഇട്ടാട്ടോ. ഓക്കെ, 2 വളം ഇതിനകത്ത് വെച്ച് തന്നെ ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇനി അടുത്ത വളം അദ്ദേഹം ഇടാൻ പോവുകയാണ്. അടുത്ത വളം എടുക്കുകയാണ്. അതും ഇട്ട് അടുത്ത വളവും കൂടി എടുക്കുകയാണ്. അതും കൂടെ അതിൻ്റെ മുകളിൽ ഇടണം, അതിൻ്റെ മുകളിൽ തന്നെ ഇടണം. ഓക്കെ, എല്ലാവർക്കും ഇത്തരത്തിൽ ചെയ്യാം. പ്ലാവ് നിറയെ ചക്ക കായ്ക്കും. 1 വർഷം 2 സീസണായിട്ട് കായ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് 1 മൂട് പ്ലാവ് കൊണ്ട് തന്നെ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമുള്ള ചക്ക ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വിയറ്റ്നാം സൂപ്പർ ലെർലി വളരെ സ്വാദിഷ്ടമായ ഒരു ചക്ക ഉണ്ടാകുന്ന ചക്കപ്പഴമാണ്. വളരെ സ്വാദിഷ്ടമാണ്. വലിയ ചക്ക ഉണ്ടാവാനാണ് ഇത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, വളം ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി 4 ഇഞ്ച് കനത്തിൽ ഈ വളത്തിൻ്റെ മുകളിൽ നമുക്ക് മണ്ണിടണം. അത് കത്രി നമുക്ക് തൂമ്പ കൊണ്ട് വേണം ഇടാം. അതല്ലെങ്കിൽ ഈ കരണ്ടി, സിമെൻറ്റും ഒക്കെ കോരുന്ന കരണ്ടി ഉണ്ടെങ്കിൽ ആ കരണ്ടി കൊണ്ട് തന്നെ നമുക്ക് ആ മണ്ണ് കുറേശ്ശെ 4 വൃത്തത്തിൽ
ആ വൃത്തത്തിൽ നിന്ന് കുറേച്ച മണ്ണ് അങ്ങനെയൊക്കെ ഇട്ടാൽ മതി അതിൻ്റെ പുറത്തോട്ട്. അങ്ങനെ 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 അങ്ങ് ഇട്ടാൽ അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. ഓക്കെ 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 അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. അപ്പം ഈ മണ്ണും ഈ വളവും തമ്മിൽ യോജിക്കണം. യോജിച്ച് മഴ പെയ്ത് വെള്ളമാവുന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ ഈ വളം ലയിക്കും. അങ്ങനെ ലയിക്കുന്നുണ്ടെയാണ് ഈ ഇതിൻ്റെ വേരുകൾ ഇത് വലിച്ചെടുക്കുന്നത്. അപ്പം വേരുകൾക്ക് ശക്തി കിട്ടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരാനും ഒക്കെയാണ് നമ്മൾ എല്ലുപൊടി ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രോഗകീടബാധകളൊന്നും ഉണ്ടാകാതിരിക്കാനും വേരുകൾക്ക് നല്ല ബലം കിട്ടാനും നല്ല കായ്ഫലം ഉണ്ടാകാനും ഒക്കെയാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിരിക്കുന്നത്. വലിയ ചക്ക ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല തഴച്ചു വളരാനും ഒക്കെയാണ് നമ്മൾ കടലപ്പിണ്ണാക്ക് ചേർത്തിരിക്കുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ അദ്ദേഹം മണ്ണ് വിട്ടു. എന്തായാലും അഭിനന്ദനാർഹ കാര്യമാണ്. ഒരു പ്രവാസ ജീവിതത്തിനിടയ്ക്ക് സമയം വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ അത് ഭാവിയിൽ വളരെയധികം പ്രയോജനം ഉണ്ടാവും എന്നും മനസ്സിലാക്കിയ അദ്ദേഹത്തിന് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അപ്പം 4 ഇഞ്ച് കനത്തിൽ ഇതിന് മണ്ണിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമുണ്ട്. അത് വെള്ളത്തിൽ ഒരു 2 സ്പൂണ് സൂഡോമോണസ് ഇട്ടാൽ 2 സ്പൂൺ, അതാണ് സൂഡോമോണസാണ്. അതിനകത്ത് 2 സ്പൂണ് അതിനകത്ത് സ്പൂണ് ഉണ്ട് 2 സ്പൂണ് സൂഡോമോണസ് ആ വെള്ളത്തിനകത്ത്, ഈ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനകത്ത് 2 സ്പൂൺ ഇടുക. 1 സ്പൂൺ ഇടുക, 2 സ്പൂൺ ഇടുക, 2 സ്പൂൺ ഇടുക. ഇട്ട് നല്ല ഭംഗിയായിട്ട് യോജിപ്പിക്കണം. വെള്ളവും ആ സൂഡോമോണസും തമ്മിൽ നല്ല ഭംഗിയായിട്ട് യോജിപ്പിക്കണം. നല്ല ഭംഗിയായിട്ട് യോജിപ്പിക്കണം. ഭംഗിയായിട്ട് യോജിപ്പിക്കണം. യോജിച്ചു കഴിഞ്ഞു. ഇനി ഈ സൂഡോമോണസ് ലായനി നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇതാണ്ട് ഈ ചെറിയ പാത്രം ഉപയോഗിച്ച് തളിച്ചു കൊടുക്കണം. സൂഡോമോണസ് ലായനി അതിൻ്റെ ചുവട്ടിൽ നമുക്ക് തളിച്ചു കൊടുക്കണം. കഞ്ഞിവെള്ളത്തിലൊന്നും കലക്കേണ്ട കാര്യമില്ല. നമുക്ക് പച്ചവെള്ളത്തിൽ കലക്കിയാൽ മതി. പച്ചക്കറികൾക്കും അതുപോലെ തന്നെ മുളകിനും ഒക്കെയാണ് കഞ്ഞിവെള്ളത്തിൽ കലക്കേണ്ടത്. തന്നെയല്ല ഈ പ്ലാവിന് യാതൊരു തരത്തിലുള്ള രോഗകീടബാധകളുമില്ല. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളത്തിൽ കലക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇട്ട വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കുന്നതിന്, മണ്ണിൽ നിന്നും വളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂഡോമോണസ് ലായനി നമ്മൾ പ്ലാവിൻ്റെ ചുവട്ടിൽ തളിച്ചു കൊടുക്കുന്നത്. ഇത് എല്ലാ പച്ചക്കറികൾക്കും തളിച്ചു കൊടുക്കാൻ നല്ലതാണ്. പച്ചക്കറികൾക്കും മുളകിനും ഒക്കെ ആവുന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ വേണം നമ്മൾ ഇത് കലക്കി തളിച്ചു കൊടുക്കേണ്ടത്. അപ്പം മണ്ണിൽ നിന്നും വളരെ പെട്ടെന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ആർജിക്കാനും അതുപോലെ തന്നെ രോഗകീടബാധകൾ ഉണ്ടാവാതിരിക്കാനും വളരെ ഫലപ്രദമാണ്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എത്ര ഉയരത്തിലാണ് ചക്ക ഉണ്ടാക്കേണ്ടത്, അതായത് ഏത് ഉയരം വരെ ചക്ക വേണം എന്നൊരു കണക്കൂട്ടൽ നടത്തുക. ആ കണക്കൂട്ടൽ നടത്തി ആ കണക്കൂട്ടൽ നടത്തിയതിന് ശേഷം ആ തുണി ആ ഉയരത്തിൽ ഇത് ചുറ്റി കെട്ടിയിട്ട് അതിട്ട് കെട്ടാനാണ്. അത് ഒരു നമ്മൾ മുണ്ടുകൊടുക്കുന്നതിൻ്റെ കൂട്ട് റൗണ്ടിൽ കെട്ടിയിടുക. കെട്ടിയതിന് ശേഷം മറ്റേ തുണി കൊണ്ട് കെട്ടിയിടുക. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ആ കെട്ടുന്നതിൻ്റെ അടിവശത്ത് മാത്രമേ ചക്ക ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഈ എറ്റിയെല്ലാം കയറി നിന്നുകൊണ്ട് തന്നെ അടത്താം. അങ്ങനെ ചുറ്റിയാട്ട് ഒരു ചുറ്റങ്ങ് ചുറ്റിയാട്ട് അങ്ങനെ ചുറ്റിയാട്ട് ആ കയ്യിലിരിക്കുന്ന ആ റിബണ് പോലുള്ള തുണി കൊണ്ട് അത് കെട്ടുക. തുണി ആവുന്നുണ്ടെങ്കിൽ അത് പ്ലാവ് വണ്ണമാവുന്നുണ്ടെങ്കിൽ ആ തുണി അത് ലയിച്ചങ്ങ് പോവും. അത് കഴിയുന്നുണ്ടെങ്കിൽ മറ്റൊരു തുണി കൊണ്ട് കെട്ടിയാൽ മതി. മറ്റൊന്നും ചെയ്യേണ്ട കാര്യം ഒരിക്കലും പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കയറോ ഒന്നും എടുത്ത് ഇത് കെട്ടരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ പ്ലാവ് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തുണി കൊണ്ട് മാത്രമേ കോട്ടൺ തുണി മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാവൂ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ അതിന് മുകളിലോട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് ഉള്ള ഒരു പ്രേരണ ഈ പ്ലാവിന് ഉണ്ടാവും. നൈസർഗികമായ ഒരു പ്രേരണയാണ്. അപ്പം അതിന് താഴ്വകം മാത്രമേ കായ്ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ശ്രീ പ്രകാശ് ഈ പ്ലാവിന് വേണ്ടി ചെയ്ത വർഷകാല സുഖചികിത്സ. ഇനിയും തീർച്ചയായിട്ടും ഇത് നിറയെ കായ്ഫലം ഉണ്ടാവും. നിറയെ കായ്ഫലം ഉണ്ടാകുമ്പോഴും ചക്ക അടത്തുമ്പോഴും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ആ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പ്ലാവിന് വളരെ സുഖചികിത്സ ചെയ്ത ശ്രീ പ്രകാശിന് പ്രത്യേകമായ അഭിനന്ദനം. ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.